Hi children, welcome to science class. Let us start 14th chapter, electric current and its effects. Electric current and its effects. Okay, here you can see one picture. Paheli made a neat drawing showing how the various electric components were to be connected. Paheli ചെയ്തിട്ടുള്ള ഒരു drawing ആണ്, electric components use ചെയ്തിട്ടുള്ള ഒരു drawing ആണ്. ഏതൊക്കെ ഇലക്ട്രിക് കമ്പോണൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? ഇലക്ട്രിക് കമ്പോണൻസ് ബാറ്ററി, വയർ, നെയിൽ, കീ, ബൾബ്. These are the electric components used to draw picture. ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് ഡ്രോയിങ് ചെയ്തിട്ടുള്ളത്. Can you draw the circuit conveniently? ഇങ്ങനെയാണ് ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ഇതിന് സർക്യൂട്ട് എന്നാണ് പറയാ. കുറച്ച് ഇലക്ട്രിക് കമ്പോണൻസ് യൂസ് ചെയ്തിട്ട് ഒരു ബൾബ് ഗ്ലോ ചെയ്യുന്ന പിക്ചർ ആണ് വരച്ചിട്ടുള്ളത്. ഇതൊരു സർക്യൂട്ട് ആണ്. It made Pujo wonder if there was an easier way to represent these electric components. ശരിക്കും ഇങ്ങനെയല്ല ഇലക്ട്രിക് കമ്പോണൻസിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്നാണ് ഇതിന് പറയുന്നത്. സർക്യൂട്ട് ഡയഗ്രാം ആണ് വരച്ചിട്ടുള്ളത്. ഈ സർക്യൂട്ട് ഡയഗ്രാം ഇങ്ങനെയല്ല റെപ്രസെന്റ് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രത്തിൽ ഓരോ ഇലക്ട്രിക് കമ്പോണൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ ഓരോ സിമ്പൽ ഉണ്ട്. ഇപ്പൊ പൂജോ പറഞ്ഞു കൊടുത്തതാണ് ഇതൊക്കെ സിമ്പിൾ എന്നുള്ളത്. സിമ്പിൾസ് ഓഫ് ഇലക്ട്രിക് കമ്പോണൻസ്. Symbols of electric components. Okay. Some common electric components can be represented by symbols. Electric components in represent ചെയ്യാൻ symbols ഉണ്ട്. In table 14.1, some electric components and their symbols are shown. 14.1 കുറച്ച് ഇലക്ട്രിക് കമ്പോണൻസും അതിന്റെ സിംബൽസും ഉണ്ട്. First one, electric cell. Cell ന്റെ പിക്ചർ ആണ് ഇത്. സെൽ ഓർ ബാറ്ററി. സെൽ സിംബൽ ഇതാണ്. ഇതാണ് സെല്ലിന്റെ സിംബൽ. ഒരു ബിഗ് ലൈൻ ഉണ്ട്, ഒരു സ്മോൾ ലൈൻ ഉണ്ട്. അതായത് you can see in the picture there is one positive terminal and negative terminal. Positive terminal is represented by this big line and negative terminal is represented by small line. Positive terminalനെ വലിയ ലൈനും നെഗറ്റീവ് ടെർമിനലിനെ ചെറിയ ലൈൻ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇലക്ട്രിക് ബൾബ്. സിംബൽ ഈസ് ദിസ്. സ്വിച്ച് ഓൺ. ഒരു സ്വിച്ച് ഓൺ പൊസിഷൻ ആണ്. ഒരു സർക്യൂട്ടിന്റെ സ്വിച്ച് ഓൺ പൊസിഷൻ ഇങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് ക്ലോസ്ഡ് ആണ്. സ്വിച്ച് ഓൺ പൊസിഷൻ ഇത് ക്ലോസ്ഡ് ആണ്. സ്വിച്ച് ഓഫ് പൊസിഷൻ സിംബൽ ഓപ്പൺ ആണ്. ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സിംബൽ ആണ്. ബാറ്ററിന്റെ സിംബൽ, ബാറ്ററി മോർ ദാൻ വൺ സെൽ ആവുന്ന സമയത്ത് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ബാറ്ററി എല്ലാം ഉള്ളത് കൂടുതലുണ്ട്, ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. നെക്സ്റ്റ് വയറിന്റെ സിംബൽ. ഓക്കെ, ഇലക്ട്രിക് കമ്പോണൻസ് ആൻഡ് ദെയർ സിംബൽ. Okay, look at the symbols carefully. In the symbol for the electric cell, notice that there is a longer line and a shorter but thicker parallel line. നിങ്ങൾ ഇലക്ട്രിക് സെല്ലിന്റെ സിംബലില് ലോങ്ങർ ലൈനും കണ്ടു, ഷോർട്ടർ ലൈനും കണ്ടു. Do you recall that an electric cell has a positive terminal? ഒരു പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. In the symbol of the electric cell, the longer line represent positive terminal and the thicker or shorter line represent negative terminal. സിംബലില് ലോങ്ങർ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനലിനെയും തിക്കർ ആയിട്ടുള്ള ഷോർട്ടർ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് നെഗറ്റീവ് ടെർമിനലിനെയാണ്. ഓക്കെ, in table 14.1, a battery and its symbol are also shown. നമ്മൾ കണ്ടു ബാറ്ററിന്റെ സിംബലും സ്വിച്ച് ഓൺ പൊസിഷനുള്ള സിംബലും സ്വിച്ച് ഓഫ് പൊസിഷൻ സിംബലും ഒക്കെ നമ്മൾ കണ്ടു. Look at the symbol of a battery. Can you make out what a battery could be? For some of the activities we may need more than one cell. ചില ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സെല്ലല്ല, സെൽ ബാറ്ററി സെയിം ആണ്, ഒരു സെല്ലല്ല, നമുക്ക് മോർ ദാൻ വൺ സെൽ നീഡ് ആവശ്യം വരും. So we connect two or more cells together as shown in figure 14.2. അപ്പോൾ ഇതിലുള്ള പോലെ ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. എങ്ങനെ? ബാറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ആൻഡ് അടുത്ത ബാറ്ററിയുടെ സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനൽ ആയിട്ടാണ് കണക്ട് ചെയ്യുക. From the symbol you can understood ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ അടുത്ത ബാറ്ററിയുടെ നെഗറ്റീവ് ആയിട്ട്
അടുത്തതിന്റെ പോസിറ്റീവ്, അടുത്തതിന്റെ നെഗറ്റീവ്. ഒരിക്കലും പോസിറ്റീവ് കണക്ട് ചെയ്യില്ല, നെഗറ്റീവ് കണക്ട് ചെയ്യില്ല. എന്താ സംഭവിക്കുക? അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ കറണ്ട് അതിലൂടെ പാസ് ചെയ്യുള്ളൂ. സെയിം ടെർമിനൽ ആണ് വരുന്നതെങ്കിൽ കറണ്ട് പാസ് ചെയ്യില്ല. ഓക്കെ. So we connect two or more cells together as shown in figure 14.2. Notice that the positive terminal of one cell is connected to the negative terminal of the next cell. Such a combination of two or more cells is called a battery. Okay. In the battery, plus and negative symbols are usually printed there. Battery in the plus symbol, negative symbol, positive end, this one negative end. Okay. How can we connect the cells to prepare batteries for our activities? Activities battery prepare. You may make a cell holder. Cell holder prepare. As shown in figure 14.4, using a wooden block, എന്തൊക്കെയാണ് cell holder prepare ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്? Wooden block, 2 iron strips and a rubber band. Wooden block ആവശ്യമാണ്, iron strip, 2 iron strip ആവശ്യമാണ്, rubber band ആവശ്യമാണ്. Rubber band എന്തിനാ? നല്ല ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. It is necessary that the rubber band hold the metal strip tightly. ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് rubber band ഉപയോഗിക്കുന്നത്. Okay, you could also buy cell holders. Cell holder ന്റെ picture ആണത്. Cell-നെ hold ചെയ്യുന്ന cell holder. You could also buy cell holders from the market for making batteries of 2 or more electric cells. Cell holder നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റും. Place the cells in them properly such that the positive terminal of one cell is ഈ cell holder എങ്ങനെയാണ് battery cell വെക്കേണ്ടത്? The positive terminal of one cell is connected to the negative terminal of next cell. ഒരു രണ്ട് ബാറ്ററി അല്ലെങ്കിൽ രണ്ട് സെൽ അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് എൻഡ് മറ്റേ ബാറ്ററിയുടെ നെഗറ്റീവ് എൻഡുമായിട്ടാണ് ടെർമിനൽ ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. കണക്ട് എ പീസ് ഓഫ് വയർ each to the 2 metal clips on the cell holder as shown in figure 14.5. Okay. The symbol used for representing a battery is shown in table 14.1. Battery symbol നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു ബാറ്ററിയുടെ സിമ്പൽ? Battery or electric cell. ഇതാണ് ബാറ്ററിയുടെ സിമ്പൽ. Okay. Next, another activity. Make the electric circuit shown in figure 14.7. 14.7 ഒരു electric circuit ഉണ്ട്. Electric circuit നിങ്ങൾക്ക് കാണാൻ പറ്റും. You used a similar circuit in class 6 to make an electric bulb glow. 6th standard നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു electric bulb glow ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ട് ആണ്. Do you remember that the bulb glows only when the switch is in on position? സ്വിച്ച് ഓൺ ചെയ്യുന്ന പൊസിഷനിലാണ് എന്താ ബൾബ് ഗ്ലോ ചെയ്യുക. The bulb glows as soon as the switch is moved to the on position. സ്വിച്ച് ഓൺ പൊസിഷനിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ആയിട്ട് ബൾബ് ഗ്ലോ ചെയ്യും. Make also circuit diagram of this circuit using symbols for the various electric components. It is much easier to draw a circuit diagram using symbol. Symbol ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ബാറ്ററിനെ ബാറ്ററി പോലെ വരയ്ക്കേണ്ട, ബാറ്ററിനെ കാണിക്കുന്ന സിമ്പൽ ഉണ്ട്. ബൾബിനെ ബൾബായിട്ട് വരയ്ക്കേണ്ട, ബൾബിനെ കാണിക്കുന്ന സിമ്പൽ ഉണ്ട്. Therefore, we generally represent an electric circuit by its circuit diagram. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനെ സിമ്പൽ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ദിസ് ഈസ് സർക്യൂട്ട് ഡയഗ്രാം. സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ്. വിച്ച് ആർ ദ ഇലക്ട്രിക് കമ്പോണൻസ് യൂസ്ഡ് ഇൻ ദിസ് പിക്ചർ. ഈ പിക്ചറിൽ എന്തൊക്കെ ഇലക്ട്രിക് കമ്പോണൻസ് ആ യൂസ് ചെയ്തിട്ടുള്ളത്? സെൽ യൂസ് ചെയ്തിട്ടുണ്ട്. സെൽ യൂസ് ചെയ്തു, സെല്ലിനെ റെപ്രസെന്റ് ചെയ്തു. ബൾബ് ഇവിടെ ഗ്ലോ ചെയ്യുന്നുണ്ട്. ഗ്ലോ ചെയ്യുന്നതാണ് ഈ ചെറുതും വലുതുമായിട്ടുള്ള ലൈൻസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തിട്ട്. ബൾബ് ഗ്ലോ ചെയ്യുന്നില്ലെങ്കിൽ ഇത് ഈ ഒരു റൗണ്ട് വരെയുള്ളത് മാത്രമേ കാണിക്കുള്ളൂ. ഓക്കെ. ബൾബ് ഗ്ലോ ചെയ്യുന്ന സിമ്പൽ ഉണ്ട്. സ്വിച്ച് ഏത് പൊസിഷൻ ആണത്? സ്വിച്ച് ഓൺ പൊസിഷൻ ആണ്. സ്വിച്ച് ഓൺ പൊസിഷൻ സിമ്പൽ ഇതാണ്. ഓക്കെ. Notice that the key or switch can be placed anywhere in the circuit. When the switch is in the on position, the circuit from the positive terminal of the battery, the
to the negative terminal is complete. Switch on നമ്മള് സർക്യൂട്ട് എന്ന് പറയുമ്പം എന്താണ് അതിന്റെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് ടെർമിനലും കണക്ട് ചെയ്ത് ഒരു സർക്യൂട്ടിനെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാതെ സ്വിച്ച് ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ സർക്യൂട്ട് അവിടെ ക്ലോസ് ആയി. അപ്പൊ ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്, ഓപ്പൺ അല്ല. ക്ലോസ്ഡ് സർക്യൂട്ടിന്റെ സിമ്പിൾ ആണ്. ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ പൊസിഷൻ ആണ്. The negative terminal, the circuit from the positive terminal of the battery to the negative terminal is complete. The circuit is then said to be closed and the current flows throughout the circuit instantly. Circuit close ആയി കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യും. As a result, bulb will glow. Okay. When the switch is in the off position, ഈ പിക്ചറിൽ in this circuit diagram, switch is in the off position. Switch off position ആണ്. Battery ഉണ്ട്, bulb do not glow. Bulb glow ചെയ്യുന്നില്ല. Why? Because switch is in off position. That means this is open circuit. The open circuit ആണ്. When the switch is in the off position, the circuit is incomplete. Circuit complete അല്ല, incomplete ആണ്. It is said to be open. No current flows through any part of the circuit. ഇത് ഓപ്പൺ ആയതുകൊണ്ട് കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നില്ല. In the bulb, there is a thin wire called filament. ബൾബിന്റെ ഉള്ളിൽ ഒരു തിൻ ആയിട്ടുള്ള വയർ ഉണ്ട്. That wire is called filament, which glows when an electric current pass through it. Electric current അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ബൾബ് എന്താ ഫിലമെന്റിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ബൾബ് ഗ്ലോ ചെയ്യും. When the bulb get fused, ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇറ്റ്സ് ഫിലമെന്റ് ഈസ് ബ്രോക്കൺ. ഫിലമെന്റ് ബ്രോക്കൺ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൾബ് എന്താവില്ല? ഫ്യൂസ് ആയി ഗ്ലോ ചെയ്യില്ല. Okay, caution: never touch a lighted electric bulb connected to the mains. It may be very hot and your hand may get burned badly. ഒരു ലൈറ്റഡ് ഇലക്ട്രിക് ബൾബിന് നമ്മൾ ഒരിക്കലും എന്താക്കാൻ പാടില്ല? ടച്ച് ചെയ്യാൻ പാടില്ല. എന്താ സംഭവിക്കുക? അത് ഭയങ്കര ഹോട്ട് ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ കൈ പൊള്ളും. Okay. Okay, children, study well. We will continue on next class. Thank you.